കേരളത്തിലെ ഒരേ ഒരു കപ്പൽ ജീവനക്കാരുടെ സംഘടനയായ ഓൾ കേരള സീമെൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളാണ് ഞങ്ങൾ. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം ഈയിടെ ഉണ്ടായ കേരള തീരങ്ങളിലുണ്ടായ 2 അപകടങ്ങൾ. ആ 2 അപകടങ്ങളും കേരളത്തിലുള്ള ജനങ്ങളെയും ഭരണകൂടത്തെയും അധികൃതരെയും ഒരേപോലെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അപകടമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഈ ഒരു ചരക്ക് കപ്പലിൻ്റെ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ഒരു അപകടം ഇതിന് മുമ്പെങ്ങും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയാത്തതിൻ്റെ പേരിൽ പല ചർച്ചകളും ഇവിടെ നടക്കുകയാണ്. ചിലർ പറയുന്നത് കടലിൽ വീണ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ മുങ്ങിയ കപ്പലിലുള്ള കണ്ടെയ്നറുകളിൽ വിഷാംശങ്ങൾ ഉണ്ടാകാം, കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാം, അത് മത്സ്യസമ്പത്തിനെയും ജനങ്ങളുടെ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. മാത്രമല്ല, കേരള തീരങ്ങളിൽ ഒരുപാട് ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഉണ്ടാകുകയും പലതരത്തിലുള്ള ആശങ്കകളിൽ ജനങ്ങളിൽ ഉടലെടുക്കുകയും ചെയ്ത സന്ദർഭത്തിൽ കേരളത്തിലെ ഒരേ ഒരു സംഘടന കപ്പൽ ജീവനക്കാരുടേത്, കപ്പലിൽ തൊഴിൽ ചെയ്തിട്ടുള്ളവരുള്ള ആളുകളായ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കപ്പൽ മുങ്ങിയത് സംബന്ധമായിട്ട് ജനങ്ങൾ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ട ആവശ്യമേ ഇല്ല. അതിലൊന്ന്, ഈ കപ്പലുകളിൽ കണ്ടെയ്നറുകളിൽ കയറ്റാൻ പറ്റുന്ന വസ്തുക്കളുടെ പരിമിതി കപ്പൽ നിയമങ്ങളുണ്ട്, ചില മാർപോൾ എന്ന നിയമം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പരിമിതി, അതിൻ്റെ ചില അതിർവരമ്പുകൾ ലംഘിക്കുവാൻ ഒരു പോർട്ടിനും സാധ്യമല്ല എന്നുള്ളതാണ്. പോർട്ടിൽ നിന്ന് കപ്പലിലേക്ക് കയറ്റുന്ന ചരക്കുകളിൽ വ്യത്യസ്തമായ കാർഗോ കണ്ടെയ്നറുകളുണ്ട്, വ്യത്യസ്തമായ കണ്ടെയ്നറുകളുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ എണ്ണ മുതൽ, അതായത് എഡിബിൾ ഓയിൽ മുതൽ, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിൽ, മറ്റുള്ള ഫാക്ടറികളിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഇതൊക്കെ ക്യാരി ചെയ്യാനുള്ള കപ്പലുകൾ വ്യത്യസ്തമാണ്, വേറെയാണ്. അത് കണ്ടെയ്നർ ഷിപ്പല്ല. കണ്ടെയ്നർ ഷിപ്പുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് മനുഷ്യൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അപകടകാരികളല്ലാത്ത തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ക്യാരി ചെയ്യാനുള്ള അനുമതിയാണുള്ളത്. എന്നാൽ ചില കണ്ടെയ്നറുകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ഗുഡ്സ് കയറ്റുന്ന അവസ്ഥയുണ്ട്. ആ ഡേഞ്ചറസ് ഗുഡ്സ് കയറ്റുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ചില പെയിൻറ്റുകൾ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ ബോക്സുകൾ, അല്ലെങ്കിൽ അതൊക്കെ കണ്ടെയ്നർ ബോക്സ് ആയിരിക്കും, അതായത് സെക്യൂറായിട്ട് പാക്ക് ചെയ്ത ഐറ്റംസ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, ഇതൊക്കെ പാക്ക്ഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് കപ്പലുകളിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതായത് ലൂസ് ഐറ്റംസ് അതിൽ കാണാൻ കഴിയുകയില്ല. കടലിൽ കൊണ്ടുപോകുന്ന കണ്ടെയ്നറിൽ വെള്ളം തട്ടിയാൽ, വെള്ളം ഉള്ളിൽ പോയാൽ ആ പ്രൊഡക്റ്റ് നശിച്ചു പോകാൻ സാധ്യതയില്ലേ? അപ്പോൾ ഉള്ളിൽ വെള്ളം കയറാത്ത രീതിയിലുള്ള എയർ ടൈറ്റ് പാക്ക് ചെയ്ത സംവിധാനമാണ് കപ്പൽ കണ്ടെയ്നറുകളിൽ ഉള്ളത്. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടെയ്നറുകളിൽ മുഴുവൻ വിഷാംശങ്ങളാണുള്ളത്, അതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസുകൾ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ ശരിയല്ല. മറ്റൊരു തെറ്റിദ്ധാരണ,
സർക്കാർ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? സർക്കാരിൻ്റെ അപാകതയാണ്. ഒരു സർക്കാരിൻ്റെയും അപാകതയല്ല ഇവിടെ. കാരണം ഇത് ഇൻ്റർനാഷണൽ നിയമങ്ങൾ അനുസരിച്ച് കാർഗോ ഹാൻഡ്ലിംഗ് ചെയ്യുന്ന അവസ്ഥയാണ് ഷിപ്പിംഗ് മേഖല. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ തികച്ചും ഇൻ്റർനാഷണൽ. നിങ്ങൾ യഥാർത്ഥത്തിൽ വാർത്തകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഷിപ്പിൻ്റെ രജിസ്ട്രേഷൻ ഒന്ന് സിംഗപ്പൂരാണ്, ഒന്ന് ലൈബീരിയാണ്. സിംഗപ്പൂരിലുള്ള രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള കപ്പൽ കേരളത്തിൽ നിന്ന് 78 നോട്ടിക്കൽ മൈൽ ദൂരെ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ കേരള സർക്കാരിന് അതിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു നിയമ സാധ്യത ഉണ്ടാകാൻ ഒരു കാരണവും നമുക്ക് കാണുന്നില്ല. കാരണം അത് തികച്ചും അബദ്ധമായിട്ടുള്ള വാക്കുകളാണ്. ഗവൺമെൻറ്റിന്, കോസ്റ്റൽ പോലീസിന് അല്ലെങ്കിൽ പോലീസിൻ്റെ അധികൃതർക്ക് ചെയ്യാൻ പറ്റുന്നത് 12 അല്ലെങ്കിൽ 14 നോട്ടിക്കൽ മൈലിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ സംഭവിക്കുകയാണെങ്കിൽ ഇടപെടാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ 78 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ ഏകദേശം 118 കിലോമീറ്റർ ദൂരെയുള്ള കപ്പലുകൾ, മിക്കവാറും അറേബ്യൻ സീയിലൂടെ പോകുന്ന കപ്പലുകൾ ആ വഴിക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഇടപെടാൻ പറ്റുന്ന വിഷയമാണെങ്കിൽ ദിവസം 100 കണക്കിന് കപ്പലുകൾ അതിലൂടെ പോകുന്നത്. അപ്പോൾ എല്ലാ കപ്പലുകളിലും ഗവൺമെൻറ് ഇടപെടാൻ പറ്റുമോ? ഓരോ സ്റ്റേറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. കർണാടക മംഗലമരം വഴി കർണാടക, ഗോവ, മഹാരാഷ്ട്ര എന്നിങ്ങനെയുള്ള വഴികളിലൂടെ പോകുന്നതാണ് അറേബ്യനിലേക്ക് പോകുന്ന, ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ. അപ്പോൾ ഒരു കാരണവശാലും ആ ഒരു ആരോപണം ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകളിലുള്ളത് തികച്ചും അബദ്ധജടിലമായ വാക്കുകളാണ്. ഒരു സർക്കാരിനെയും ഇതിൽ നമ്മൾ പ്രതി ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതമായ നിയമസാധ്യതകൾ മാത്രമേ അതിൽ ഉള്ളൂ. മറ്റൊരു വിഷയം, ഈ കപ്പലിൽ അപകടം സംഭവിക്കുമ്പോൾ ആ കപ്പലിൽ നടന്നിട്ടുള്ള അപകടത്തിൻ്റെ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുടെ എല്ലാ കോമ്പൻസേഷനുകളും, അതായത് ആനുകൂല്യങ്ങളും ഇൻഷുറൻസ് ആ കപ്പൽ കമ്പനിക്ക് നൽകുന്നതാണ്. കപ്പൽ കമ്പനി അതിൻ്റെ ചരക്കുകൾ കടലിൽ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടുന്ന ഓരോ ചരക്കിനും അവർ ചേർന്നിട്ടുള്ള ഇൻഷുറൻസ് അവർക്ക് തിരിച്ചു നൽകുന്നതാണ്. യാതൊരു തരത്തിലുള്ള നഷ്ടവും കപ്പൽ കമ്പനിക്കില്ല. പക്ഷേ അവിടെ നഷ്ടം സംഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അവർ തൊഴിലാളികളാണ്. കപ്പലിൽ തൊഴിൽ ചെയ്യുന്നവരായിട്ടുള്ള കുറച്ചധികം, അപ്പം നിങ്ങൾ പത്രങ്ങളിൽ കണ്ടു കാണാൻ 30 ആൾക്കാർ അല്ലെങ്കിൽ 40 ആൾക്കാർ മാത്രമേ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ. ഒരു 10-300 കോടി വില വരുന്ന ഒരു ബിസിനസ്സിൽ ഒരു 40 ആൾക്കാരെ കൊണ്ട് ആ ബിസിനസ് നടത്താൻ പറ്റുന്നു. അപ്പോൾ ആ മനുഷ്യരാണ് അവിടെ അവരുടെ എഫേർട്സ്, അവരുടെ പ്രയത്നം അവിടെ ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കപ്പൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. കപ്പൽ കമ്പനി യാതൊരു നഷ്ടവും വഹിക്കാൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം മുഴുവൻ പൈസയും അവർക്ക് ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കൊച്ചി തീരത്ത് കഴിഞ്ഞ മാസം കൊച്ചി തീരത്ത് നടന്ന ആ അപകടത്തിൽ 1000 കോടിയോളം നഷ്ടമാണ് പറയുന്നത്. 800 കോടീൻ്റെ പ്രൊഡക്റ്റും 200 കോടിയോളം കപ്പലിൻ്റെ വിലയും. ഇത് മുഴുവൻ ഇൻഷുറൻസ് അവർക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. പക്ഷേ അവിടെ നഷ്ടപ്പെടുന്നത് ഈ അവിടെ തൊഴിൽ ചെയ്തു വന്നിരുന്ന സീമന്മാരുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇന്നലെ ഞങ്ങളുടെ ഓൾ കേരള സീമൻ അസോസിയേഷൻ്റെ പ്രതിനിധികൾ മംഗലാപുരത്ത് ഹോട്ടലിൽ ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരെ സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവർ രാവിലെ തന്നെ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോരുത്തരുടെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ള അറിയാൻ കഴിഞ്ഞത്. അവിടെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് 2 പേര് ICUവിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആ മനുഷ്യന്മാർക്കുള്ള നഷ്ടങ്ങളാണ്. അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ
യാതൊരു പോംവഴിയും ഇല്ല. അവരുടെ ക്ഷേമത്തിനോ അവരുടെ ജീവിതത്തിന് നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനോ സർക്കാരിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നത്.